കുറെ ദിവസങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇന്നപ്പം നമ്മളുടെ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ്. ഇതാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കൃഷിയോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ സയൻസ് എത്രമാത്രം നമ്മളുടെ ഒരു കൃഷിയില് അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ എത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള ആൾക്കാര് അവര് അനുഭവിക്കുന്ന കുറെ പ്രോബ്ലംസ് അതെങ്ങനെ നമുക്ക് സയൻസിലൂടെ ഓവർകം ചെയ്യാം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിൽ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കർഷക രാജ്യമാണ്, അല്ലെ? അതായത് ഒരു കംപ്ലീറ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയുടെ ആ ഒരു ഘടനയൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള കൃഷിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയിലെ മൊത്തം എടുക്കണ്ട, നമ്മളുടെ കേരളത്തെ തന്നെ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പല ജില്ലകളിലും പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. കൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പം ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ എന്റെ വീടിന്റെ പരിസരത്തൊക്കെ ആയിട്ട് ഏലം കൃഷിയാണ് ചെയ്യാറ്. അതേ സമയത്ത് കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പം അവിടെ റബ്ബർ കൃഷി ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കോട്ടയം സൈഡിലേക്ക് വരുമ്പം കൂടുതൽ റബ്ബറും ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള പല രീതിയിലുള്ള കൈതച്ചക്ക അങ്ങനെയുള്ള പല രീതിയിലുള്ള കൃഷികൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൃഷിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നവരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരും കൃഷിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, പണ്ട് കാലത്തെ ആൾക്കാർ, അതായത് നമ്മളുടെ പേരൻസും അതിനു മുമ്പുള്ള ജനറേഷനുള്ള ആൾക്കാരൊക്കെ കൃഷിയെയായിരുന്നു ഒരു പരിധി വരെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് കൃഷിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഇതാണ്. ഇതിപ്പം എന്റെ കേസിലാണെങ്കിലും ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കേസിലാണെങ്കിലും നിങ്ങളോട് വന്നിട്ട് നാളെ പഠിത്തമൊക്കെ നിർത്തി അല്ലെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കൃഷി ചെയ്യാൻ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, നിങ്ങൾ കൃഷി ചെയ്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ആ ഒരു സെക്ടറിലേക്ക് നമ്മൾ പോകത്തില്ല, അല്ലെ? വലിയധികം ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാൽ ചിലര് കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാര് ചില സമയത്തൊക്കെ നമ്മൾ ന്യൂസിൽ കാണാറില്ല, വലിയ വൈറ്റ് കോളർ ജോബ്സ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കൃഷിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ശരിയാണ്, വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ളതും നല്ല നല്ല ജോലികൾ കിട്ടുന്നതും നല്ലതാണെങ്കിൽ പറഞ്ഞാൽ പോലും ഇനി കുറച്ച് നാളത്തെ അല്ലെങ്കിൽ കുറച്ച് മുമ്പോട്ടേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിയുമ്പം ഈ പറയുന്ന കൃഷി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിന്നു പോകുന്ന ഒരു അവസ്ഥ വരെ ചിലപ്പം ഉണ്ടായെന്ന് വരാം. കാരണം നമ്മളുടെ ഈ ഒരു ജനറേഷൻ ഒന്നും കൃഷിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മളുടെ ജനറേഷൻ മാത്രമല്ല, നമ്മളുടെ മുമ്പുള്ള ജനറേഷൻസ് ഒക്കെ ആണെങ്കിൽ പോലും നേരത്തെ ഉള്ളതിന്റെ അത്രയും കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കൃഷിയോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. മെയിൻ ആയിട്ടും കുറെ റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും വലിയ താല്പര്യമൊന്നും അവരെന്തിനോട് കാണിക്കുന്നില്ല, ഈ കൃഷിയോട് കാണിക്കുന്നില്ല. പക്ഷെ ഈ ഒരു കൃഷി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? അല്ലെങ്കിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്യുന്നേ ഇല്ല എന്നുള്ള ഒരു കണ്ടീഷൻ വന്നാൽ എന്ത് ചെയ്യും? എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരും, അല്ലെ? മെയിൻ ആയിട്ട് നമ്മൾ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്നതിനപ്പുറം മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കിട്ടുക എന്നുള്ളതാണ്, അല്ലെ? മെയിൻലി നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ഇപ്പം നെൽകൃഷി ചെയ്യുന്നതായിക്കോട്ടെ, വാഴകൃഷി ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ ഏത് കൃഷി ചെയ്യുന്നതാണെങ്കിലും മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമുക്ക് ഫുഡ് കിട്ടണം, അല്ലെ? നമുക്ക് ആവശ്യത്തിനുള്ള നമ്മളുടെ ദിവസത്തിലെ ഒരു കാര്യങ്ങൾ കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന കൃഷികൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഒരു അവസ്ഥ വരും. അതായത് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പോയി ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരും. ഇത് നമ്മളുടെ രാജ്യത്തെ അവസ്ഥയല്ല, പക്ഷെ മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ നമ്മളുടെ ഇന്ത്യയിലും ഈ പറയുന്ന ഒരു കണ്ടീഷൻ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെ? പക്ഷെ
നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താണ് കാർഷിക വൃത്തി അല്ലെങ്കിൽ നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിനോടൊക്കെ കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു രാജ്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞാലും ഇപ്പൊ എന്താണ് ഒരുപാട് ടെക്നോളജിയുടെ ഒക്കെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ ചെറിയ ടൈം പീരീഡിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം, ഒരുപാട് പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊന്ന് നമ്മുടെ ഇന്ത്യനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, അല്ലെ? ഏറ്റവും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു സൈസിനനുസരിച്ച് ഇന്ത്യക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇത്രയും കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ചെറിയ ഇന്ത്യയിൽ നിന്നുമാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തില് പറയുന്ന കൃഷി എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ കഴിക്കേണ്ട അരിയും നമുക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പും എല്ലാം കൊണ്ടുവരുന്ന എവിടെ നിന്നുമാണ്? നമ്മളുടെ നിയർ ബൈ സ്റ്റേറ്റുകളിൽ നിന്നും എന്ത് ചെയ്യുവാണ് നമ്മള് ഇങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്ത് കൊണ്ടുവരികയാണ്, അല്ലെ? നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ അവരുടെ കീഴിലാണ് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ പറയുന്ന എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഈ പറയുന്ന കൃഷിയിലേക്ക് വലിയധികം വരാത്തതെന്നുള്ള ചോദ്യത്തിനൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആൻസർ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ കൃഷിയൊന്നും ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എന്ത് കിട്ടാതെ വരും, ഫുഡൊന്നും കിട്ടാതെ വന്നു കഴിയുമ്പോൾ എന്താണ്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കേണ്ടി വരും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ഇങ്ങനെ പോപ്പുലേഷൻ കൂടി വരുന്നു, പക്ഷെ നമ്മൾ കൃഷിയൊന്നും ചെയ്യുന്നുമില്ല, എന്നാൽ നമുക്ക് ഫുഡ് വേണം താനും. പക്ഷെ അതിന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയും കോടി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ആ ഒരു സമയത്തേക്ക് നമുക്ക് അവൈലബിൾ ആവാതെ വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫുഡ് എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ നീഡിനനുസരിച്ചുള്ള ഫുഡ് നമുക്ക് കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അത് ഫുഡ് സ്കേഴ്സിറ്റി പണ്ടുകാലത്തും ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ചിലപ്പോൾ കഥകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് പണ്ട് കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പണ്ട് കാലത്ത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണ്, പക്ഷെ അവരുടെ കണ്ടീഷൻ അതായിരുന്നു. പണ്ട് കാലത്ത് ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്തൊരു കണ്ടീഷനും ഉണ്ടായിരുന്നു. അപ്പൊ ഫുഡ് സ്കേഴ്സിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എ ഷോർട്ടേജ് ഓഫ് ഫുഡ് മേ ഹാപ്പൻ വെൻ നോട്ട് ഇനഫ് ഫുഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഉറപ്പായിട്ടും ഫുഡിന് ഷോർട്ടേജ് ഉണ്ടാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മളുടെ ബോഡിക്കുള്ള ന്യൂട്രീഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മളുടെ ബോഡിക്ക് കിട്ടുന്നില്ലാതെ വരും. ആ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള രോഗങ്ങൾ വരും, കുറെ ആളുകൾ മരിച്ചു പോകും, കുറെ പേര് സർവൈവ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർ ജീവിക്കുന്ന എങ്ങനെയായിരിക്കും, ഈ ഒരു ഫിഗറിലൊക്കെ കാണുന്ന പോലെ വളരെ ശോഷിച്ച് എന്താണ് എപ്പോ വേണമെങ്കിലും എന്താണ് മരിച്ചു പോകാം എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും അവര് ജീവിച്ചു പോകുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി ടീച്ചർ പറഞ്ഞു എന്താണ് ഫുഡ് സ്കേഴ്സിറ്റിക്ക് കാരണം എന്താണ്, പലതരത്തിലുള്ള കാരണങ്ങൾ ഈ പറയുന്ന ഫുഡ് സ്കേഴ്സിറ്റിക്ക് കാരണമാകുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ പറയുന്ന ഫുഡ് സ്കേഴ്സിറ്റിക്ക് കാരണമാകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ റീസൺ എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും, ഇൻക്രീസിങ് പോപ്പുലേഷൻ, അല്ലെ? ഇന്ത്യനെ സംബന്ധിച്ച് ഇത്രയും നാളും സെക്കൻഡ് പൊസിഷനിലൊക്കെ ആയിരുന്നു. അതായത് നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ എടുക്കുവാണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ റീസെന്റ് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു, എന്താണ്, ചൈനയെ മറികടന്ന് ഇന്ത്യ ഫസ്റ്റ് റാങ്കിലെത്തി. എന്തില്? പോപ്പുലേഷന്റെ കേസിൽ. പക്ഷെ ഈ പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ എന്നാലും ഗുണത്തെക്കാൾ അധികം എന്താണ്, ദോഷമാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ഫുഡ് എന്ത് ചെയ്യണം, ഇത്രയും കോടി ജനങ്ങൾക്കുള്ള ഫുഡ് വേണം. അപ്പൊ എന്താണ്, ഈ പറയുന്ന ഫുഡിന് വേണ്ടിയിട്ട് തമ്മിൽ എന്താവും, അടിയുണ്ടാവും. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടാതെ വരും. പിന്നെ കിട്ടുന്നവര് ഹെൽത്തി ആയിട്ട് ജീവിച്ചു പോകും, കിട്ടാത്തവർക്ക് ഒരിക്കലും ഫുഡ് കിട്ടത്തുമില്ല. അപ്പൊ ആ ഒരു കണ്ടീഷൻ വരാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ്, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റു റീസൺ എന്ന് പറയുന്നത് നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം കൃഷി ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടത്തുള്ളൂ, അല്ലെ? പക്ഷെ ആ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ പോലും അവിടെയും നമ്മളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് ഒരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ഒരു ബാരിയർ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ പോലും അവിടെ എന്തുണ്ട്, ക്ലൈമറ്റിലൊക്കെ ചേഞ്ച് വരും. ചിലപ്പോൾ കൂടുതലും മഴ വരും, ചിലപ്പോൾ ഒട്ടും മഴയില്ലാതെ വേനൽക്കാലം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ പ്ലാന്റ്സുകളും ഒരുപോലെയാണ്. ചിലർക്ക് കൂടുതൽ വെള്ളം വേണ്ടതുണ്ടായിരിക്കും, ചിലത് വെള്ളം ഒട്ടും വേണ്ടാത്തതുണ്ടായിരിക്കും, ചിലതിന് മീഡിയം ലെവലിൽ മതിയായിരിക്കും. അപ്പൊ ക്ലൈമറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾഡ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, ഫുഡ് കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ നമുക്ക് ക്രോപ്പ് പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു ക്ലൈമാറ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഫുഡ് സ്കേഴ്സിറ്റിയുടെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ ഓൾറെഡി ടീച്ചർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മളുടെ യങ് ജനറേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൃഷി ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ പറയുന്ന ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഓൾറെഡി നിലനിൽക്കുന്ന കുറച്ച് അഗ്രികൾച്ചറൽ ഫീൽഡുകൾ ഉണ്ടായിരിക്കും. ആ അഗ്രികൾച്ചറൽ ഫീൽഡുകളെ എന്ത് ചെയ്യും, അവർ മറ്റുള്ള പെർപ്പസസിന് വേണ്ടിയിട്ട്, ചിലപ്പോൾ ഫ്ലാറ്റ് പണിയാനായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ബിൽഡിങ്സ് പണിയാനായിട്ടായിരിക്കും, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യേണ്ട സ്ഥലത്ത് കൃഷി ചെയ്യാതെ അവിടെ കൊണ്ടുപോയി ബിൽഡിങ്സും ഫ്ലാറ്റ്സും ഒക്കെ വെച്ച് കഴിയുമ്പോൾ അവിടെ കൃഷി ചെയ്യാൻ പറ്റാതെ വരും. അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന എന്തിന്റെ ക്രോപ്പുകളുടെ എമൗണ്ടും കാര്യങ്ങളും പ്രൊഡക്ഷനും ഒക്കെ കുറഞ്ഞ് അത് ഫൈനലി എന്തിലേക്ക് ലീഡ് ചെയ്യും, ഫുഡ് സ്കേഴ്സിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു റീസൺ ആണ്, നമ്മൾക്കറിയാം നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് കാരണം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വഴി സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇല്ലാതെയാകും. അങ്ങനെ സോയിൽ ഫെർട്ടിലിറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെ ഉണ്ടാവും. അതായത് നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിസൾട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രമേ പ്രൊഡക്ഷൻ വരത്തുള്ളൂ. അങ്ങനെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും, അത് പ്രൊഡക്ഷൻ കൂടുതൽ നടന്നെങ്കിൽ മാത്രമേ ഇത്ര കോടി ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആവശ്യത്തിനുള്ള ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു ഫെർട്ടിലിറ്റി ഇല്ലാത്ത സോയിൽ ഇത് വല്ലതും ചെയ്യാൻ പറ്റുമോ, ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈനലി എന്തിലേക്ക് ലീഡ് ചെയ്യും, അത് ഫുഡ് സ്കേഴ്സിറ്റിയിലേക്ക് ലീഡ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫുഡ് സ്കേഴ്സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അതായത് ഈ പറയുന്ന നമുക്ക് തന്നെ ഈ പറയുന്ന ന്യൂട്രിയൻസ് എന്താണ്, അല്ലെങ്കിൽ അവയുടെ നമുക്കത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിന് നമുക്ക് ഫുഡ് കിട്ടിയാൽ തന്നെ നമ്മൾ എന്താണ് ഒരുപാട് നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ഓർക്കണം, ഇത് ഒരു നേരത്തെ ആഹാരം കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കിട്ടുന്ന ഫുഡ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫുഡ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എടുക്കുക. അല്ലാതെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ നശിപ്പിച്ച് കളയാനായിട്ട് നോക്കരുത്. കാരണം അതില്ലാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് മാത്രം നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയായിരിക്കും നമുക്ക് ഈ പറയുന്ന ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയായിരിക്കും? സിംപ്ലി നമുക്ക് പറയുവാണെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞു. എസ്പെഷ്യലി സയൻസ് അല്ലെ, ഒരുപാട് സയൻസിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്രോപ്പുകൾ, അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്രോപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഷീൻസ് വരുന്നുണ്ട്. അങ്ങനെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന കാളവണ്ടിക്ക് പകരം ഇപ്പൊ വലിയ വലിയ ട്രാക്ടറിൽ കാളവണ്ടിക്ക് പകരം എന്താണ് മെഷീൻസ് ഘടിപ്പിച്ചിട്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, പോകുന്നത്, വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എക്യുപ്മെന്റ്സിന്റെ കേസിലാണെങ്കിലും, അല്ലെങ്കിൽ കൂടുതൽ എന്താണ് ഈ പറയുന്ന ക്രോപ്പ് വെറൈറ്റീസിന്റെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വെറൈറ്റീസിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷനിലൂടെ ഒക്കെ ആണെങ്കിലും ഈ പറയുന്ന ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ പറയുന്ന സയൻസിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ സയൻസ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് സ്കേഴ്സിറ്റിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതായത് വളരെ കുറഞ്ഞ സ്പേസേ നമുക്കുള്ളൂ എന്നെങ്കിൽ പറഞ്ഞെങ്കിൽ പോലും ആ ഒരു ചെറിയ സ്പേസിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ പറഞ്ഞ ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നത്തിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ എന്താണ് സയൻസിലൂടെ എങ്ങനെ നമുക്ക് ഫുഡ് സ്കേഴ്സിറ്റിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു വലിയ പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ വിചാരിക്കും നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ അല്ലെ, നമുക്കിപ്പൊ കഴിക്കാനുള്ള ഫുഡും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര ഓവർ കൺസേൺ ചെയ്യുന്നത് എന്ന്. പക്ഷെ അതല്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ ഫ്യൂച്ചറിലേക്കും കൂടെ ഉള്ളത് നമ്മൾ കരുതി വെക്കണം. നമ്മളുടെ
പൂർവികർ അല്ലെങ്കിൽ നമ്മളുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഒക്കെ നമുക്ക് വേണ്ടി കുറെ ഫുഡും കാര്യങ്ങളും അല്ലെങ്കിൽ കുറെ മരങ്ങളും കുറെ ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിരുന്നതുകൊണ്ടാണ് നമ്മളിപ്പം ഇത്രയും ഹാപ്പി ആയിട്ട് മുമ്പോട്ടേക്ക് പോകുന്നത്. നമുക്ക് ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇതിന്റെ അവകാശം നമ്മളുടെ വരും തലമുറകൾക്ക് അല്ലെങ്കിൽ അപ്കമിങ് ജനറേഷൻസിനും സെയിം എന്തുണ്ട്, അവകാശമുണ്ട്. നമ്മൾ ഈ അനുഭവിക്കുന്ന ഹാപ്പിനെസ് അനുഭവിക്കാൻ അവർക്കും അവകാശമുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർക്കും കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്കമിങ് ജനറേഷനും ഈ പറയുന്ന ഫുഡ് സ്കേഴ്സിറ്റി ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യണം? ആവശ്യമുള്ള ഫുഡ് കിട്ടുന്ന രീതിയിൽ അവരുടെ ന്യൂട്രീഷണൽ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ ഫുഡ് സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സഫീഷ്യന്റ് ആയിട്ടുള്ള ഫുഡ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഫുഡ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആർക്കും ന്യൂട്രിയൻസിന്റെ കുറവ് കൊണ്ട് എന്ത് വരാൻ പാടില്ല, ദാരിദ്ര്യമോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെ മുമ്പോട്ടേക്ക് കൊണ്ടുവരുന്ന ഒന്നിനെയാണ് നമ്മൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളിപ്പോ കൃഷി ചെയ്യുകയാണെങ്കിൽ അത് ഫ്യൂച്ചർ ജനറേഷൻസിനും കൂടി എന്ത് ചെയ്യണം, അവർക്ക് കൂടി കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു പോകണം. അതായത് അവർക്ക് ഒരു കാരണവശാലും എന്തുണ്ടാവാൻ പാടില്ല, നമുക്ക് ഫുഡ് കിട്ടിയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് അവരുടെ ഹെൽത്തി ലൈഫ് ഇല്ലാണ്ടായി പോകരുത്, അല്ലെങ്കിൽ അവര് പോവേർട്ടി അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫുഡ് സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താണ്, അതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താ, കൃഷിയാണ് അല്ലെ. ഈ പറയുന്ന ഫുഡ് നമുക്ക് ഫ്യൂച്ചർ ജനറേഷനിലേക്കുള്ളവർക്ക് വേണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള ഒരു ജനറേഷനിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു സെക്ടർ എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ട ഫുഡ് കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഓരോ സീസൺ അനുസരിച്ച് ഓരോ ഫ്രൂട്ട്സും അതുപോലെ ഓരോ പച്ചക്കറികളും അതുപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള അരിയും ഗോതമ്പും എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇങ്ങനെ നമ്മളുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം നമുക്കറിയാം അഗ്രികൾച്ചർ എന്ന് പറയുന്നതിൽ നിന്നും ഒരുപാട് പേര് മാറി നിന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന ഒരു ടേബിൾ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. 1971 മുതൽ 2011 വരെ റൈസ് പ്രൊഡക്ഷനിൽ വന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, 1971 കാലഘട്ടത്തില് ഏകദേശം 8.75 ലാക്ക് ഹെക്ടേഴ്സിലായിരുന്നു എന്ത് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്, ഈ പറയുന്ന റൈസ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അത്രയും ലാൻഡ് ഏരിയാസ് ആയിരുന്നു എന്ത് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്, റൈസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. എത്രയാണ്, 8.75 ലാക്ക് ഹെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്തു നിന്നും ഉണ്ടായ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ആ സമയത്ത് ഉണ്ടായ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 13.65 ലാക്ക് ടൺസ് ആയിരുന്നു. ഓക്കെ, അപ്പം അത്രയും മാത്രം, ഇതൊക്കെ കാണിച്ചേക്കുന്നത് ലാക്ക് ടൺസിലാണ്. അപ്പം 13.65 ലാക്ക് ടൺസിലായിരുന്നു റൈസിന്റെ പ്രൊഡക്ഷൻ അക്കാലത്ത് നടന്നത്. അപ്പോൾ ആ സമയത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 2 കോടിക്ക് മുകളിലായിരുന്നു. അതായത് 2 കോടിക്ക് മുകളിലായിരുന്നു എന്ന് പറയുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം 1991 ആയപ്പോഴേക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ പറയുന്ന റൈസ് പ്രൊഡക്ഷൻ നടത്തുന്ന ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. അതായത് 1971 എത്രയായിരുന്നു, 8.75 ഉണ്ടായിരുന്നത് 1991 ആയപ്പോഴേക്കും അത് 5.5 ലാക്ക് ഹെക്ടേഴ്സ് ആയിട്ട് മാറി. അപ്പൊ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, അതിനകത്ത് പ്രൊഡക്ഷനിലും കുറവ് വരും. അപ്പൊ ഈ ഒരു ടേബിൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, 13.65 ഉണ്ടായിരുന്നത് 10.6 ആയിട്ട് മാറി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ പോപ്പുലേഷനിൽ എന്തെങ്കിലും കുറവുണ്ടോ, ഇല്ല, പോപ്പുലേഷനിൽ ഒരു കുറവും ഉണ്ടായിട്ടുമില്ല. അതേ സമയത്ത് 2011 ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റിഡക്ഷൻ ആണ് ഈ പറയുന്ന കൃഷി ചെയ്യുന്ന ആ ഒരു ലാൻഡ് ഏരിയയിൽ വന്നത്. ഓക്കെ, 5.5 ലാക്ക് ഹെക്ടേഴ്സ് ഉണ്ടായിരുന്നത് 2011 ആയി കഴിഞ്ഞപ്പോഴേക്കും അത് വെറും 2 കോടി അല്ലെങ്കിൽ
2 ലക്ഷം ഹെക്ടേഴ്സിലേക്ക് വന്നു. ഓക്കെ, 2 lakh ഹെക്ടേഴ്സിലേക്ക് അത് മാറിപ്പോയി. അപ്പൊ അത്രമാത്രം ചേഞ്ചസ് എന്ത് സംഭവിച്ചു, അത്രമാത്രം ലാൻഡ് ഏരിയാസിൽ കുറവ് വന്നു. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതില്, റൈസ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാൻഡ് ഏരിയയിൽ റിഡക്ഷൻ വന്നു. അതേ സമയത്ത് ഇപ്പൊ നമ്മള് മൂന്നാമത്തെ കോളത്തിൽ നോക്കിക്കേ, അതിനകത്ത് പോപ്പുലേഷൻ എന്ന് പറയുന്ന കോളത്തിന് എന്ത് സംഭവിച്ചു, ഒരു ഡ്രാസ്റ്റിക് ഇൻക്രീസ് ആണ് ഉണ്ടായത്. അതായത് പോപ്പുലേഷൻ കൂടി വരുന്നു, എന്നാൽ അതിന്റെ പ്രൊഡക്ഷനും അതുപോലെ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റൈസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാൻഡ് ഏരിയയിലും എന്ത് സംഭവിച്ചു, കുറവ് സംഭവിച്ചു. അപ്പൊ ഇതിനകത്ത് എന്താണ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത്, ഓരോരോ കാലഘട്ടങ്ങൾ കഴിയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, കൃഷി ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവായി വരുന്നു. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. പക്ഷെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു കണ്ടീഷൻ ഇനിയും മുമ്പോട്ടേക്ക്, ഇത് 2011 കണക്കാണ്. അപ്പൊ 2023 നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ 2023 ഏകദേശം നമുക്ക് ഊഹിക്കാം ഇതിൽ നിന്നും വീണ്ടും കുറഞ്ഞ് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇപ്പൊ 1 ലക്ഷം ഹെക്ടേഴ്സ് പോലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല, റൈസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും എന്തായിരിക്കും, കുറവായിരിക്കും. ഇങ്ങനെ ഒരു കണ്ടീഷൻ മുമ്പോട്ടേക്ക് പോയി എന്തായിരിക്കും ഫൈനലി വരുന്നത്, ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ പോപ്പുലേഷൻ എന്തായിരിക്കും, ഇപ്പോഴും കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കൃഷിയോടുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു വരുന്നു. പക്ഷെ എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമാണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു. ഫൈനലി അത് റിസൾട്ട് ചെയ്യുന്ന എന്തിലേക്കായിരിക്കും, ഫുഡ് സ്കേഴ്സിറ്റിയിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ പറയുന്ന ഈ ഒരു മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം ഈ ഒരു റൈസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാൻഡ് ഏരിയയിൽ വന്ന ആ ഒരു റിഡക്ഷൻ മാത്രമല്ല, അത് കാരണം അത് മാത്രമല്ല, ഇൻ അഡീഷൻ ഈ പറയുന്ന കൃഷിയോട് ആൾക്കാർക്കുള്ള താല്പര്യം കുറയാൻ പല കാരണങ്ങളുണ്ടാകും അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷിയോട് അടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാകത്തുള്ളൂ, ഈ പറയുന്ന സാധാരണ അഗ്രികൾച്ചറൽ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് ക്രൈസിസ് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഒരുപാട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുവാണെങ്കിൽ ഒന്നാമത് നമുക്ക് പറയാൻ പറ്റും, ലാൻഡ്സിന്റെ പറയാവേ, എന്താണ് ലാൻഡ്സിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് അല്ലെ. അതായത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്, കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് വേണം അല്ലെ. അപ്പൊ ആ ലാൻഡ് ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, ഇല്ല. അപ്പൊ എന്താണ്, നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതില്ലാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടറിൽ നമുക്ക് എന്ത് സംഭവിക്കും, പ്രത്യേകിച്ച് പ്രൊഡക്ഷനും കാര്യങ്ങളും, നമുക്ക് ക്രോപ്പ് ഒന്നും നമ്മുടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഫൈനലി വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, പ്രൊഡക്ഷനും എല്ലാം കുറയും. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മളിപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് സ്ഥലമൊക്കെ കിട്ടി അല്ലെ, നമ്മളിപ്പോ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മൾ നേരിട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് ഈ കൃഷി ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് നമുക്ക് കുറെ സ്പേസ് ഒക്കെ കിട്ടി. ഓക്കെ, നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കിട്ടി. അപ്പൊ നമ്മൾ തീരുമാനിച്ചു, ഓക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ആ കിട്ടിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത ഒരു സ്ഥലമായിരുന്നു. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം, നമുക്ക് ആ ഒരു കൃഷി ചെയ്യാനായിട്ട് ആ ഒരു സോയിലിനെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് മേടിക്കണം. പിന്നെ നമ്മൾ എന്ത് കൃഷിയാണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സീഡ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തൈകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. അതും ബെറ്റർ ഈൽഡ് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ, നല്ല ഈൽഡ് ഉള്ളത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എന്ത് വേണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതിപ്പം നമുക്ക് പണിക്കാരെ വേണം. അപ്പൊ പണിക്കാർക്ക് സാലറി കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അതുപോലെ നമുക്ക് മണ്ണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ വളങ്ങളും കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും. അത് പിന്നെ ഈ ഒരു കൃഷി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ കൃഷി എന്തെങ്കിലും ആയി എന്ന് തോന്നിയാലും നമുക്കത് വെറുതെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ഇത് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇതെല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, അതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇഷ്ടം പോലെ പൈസ ഇറക്കേണ്ടി വരും അല്ലെ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. വലിയ കുറച്ച് പൈസ ഉള്ളവരെ സംബന്ധിച്ച് അതൊക്കെ ചെറിയ കോസ്റ്റ് ആയിരിക്കും. പക്ഷെ എന്നെങ്കിൽ പോലും എന്താണ്, സാധാരണ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഇതിന്റെ പ്രൊഡക്ഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്.
അതായത് നമ്മൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കയ്യിൽ ഇഷ്ടം പോലെ പൈസ വേണം. അത് ഇങ്ങനെ ആ പൈസ ഇല്ലാത്തത് കൊണ്ട് പലരും എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും മാറിപ്പോയി മറ്റു പല വർക്കുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇതിന് ഇത്രയും പൈസ മുടക്കണ്ടാത്ത മറ്റുള്ള സെക്ടറുകളിലേക്ക് പോകും. അപ്പം അഗ്രികൾച്ചറൽ സെക്ടറിലും നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നമാണ് ലാക്ക് ഓഫ് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്കുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് ക്ലൈമാറ്റിക് ചേഞ്ച്. ഇനി നമ്മൾ കുറെ കഷ്ടപ്പെട്ട് പൈസയൊക്കെ മുടക്കി നമ്മൾ കൃഷിനെ ഒരു രീതിയിൽ എങ്ങനെയൊക്കെയോ ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പൊ ഇത് ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇപ്പൊ നെൽകൃഷിയാണ് എന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല ചൂടും വേണം. അതുപോലെ തന്നെ എന്താണ്, മണ്ണിൽ എപ്പോഴും എന്താണ്, വെള്ളം നിൽക്കുകയും വേണം. പക്ഷെ നമ്മൾ ആ കൃഷി ചെയ്ത സമയത്ത് മഴയേ ഇല്ല. എന്താണ്, വെയിൽ ഭയങ്കര കൂടുതലുമാണ്, എന്നാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളവുമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു ക്ലൈമാറ്റിക് ചേഞ്ച് ആണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങും. ചില സീസണുകളിൽ കംപ്ലീറ്റ്ലി എന്തായിരിക്കും? മഴയായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒത്തിരി മഴ പെയ്ത് കഴിഞ്ഞു കഴിയുമ്പം ഈ കൃഷി നശിച്ചു പോവുകയും നമുക്ക് പ്രത്യേകിച്ച് അതിൽ നിന്നും എന്താണ് ബെനിഫിറ്റ് ഒന്നും കിട്ടാതെ വരികയും ചെയ്യും. അപ്പൊ അത് മറ്റൊരു ക്രൈസിസ് ആണ്. ഈ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ളവർ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ചൂട് കൂടുതലായിരിക്കും, ചിലപ്പോൾ ചൂട് കുറവായിരിക്കും, ചിലപ്പോൾ കണ്ടിന്യൂസ്ലി റെയിനിങ് സീസൺ ആയിരിക്കും. ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? പ്രൊഡക്ഷൻ കുറയുന്നതിന് കാരണമാകും. അവർ ചെയ്ത അത്രയും നാളത്തെ കഷ്ടപ്പാടുകളൊക്കെ എന്താകും? വേസ്റ്റ് ആയി പോകും. അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻസ്, അതായത് ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നത് മാത്രമല്ല, ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ്, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. പക്ഷെ ഇത് കൂടാതെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാതെ ഉണ്ടാകും. ചിലപ്പം റെയിനിങ് സീസൺ ഒക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചിലപ്പം കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കണ്ടിന്യൂസ്ലി മഴ പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന സോയിൽ ഇറോഷനോ അല്ലെങ്കിൽ ചിലപ്പം മറ്റുള്ള പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് കാരണം ഈ പറഞ്ഞ കൃഷി നശിച്ചു പോകും, അല്ലെ? അത് മാത്രമല്ല, ചിലപ്പോൾ ചില പെസ്റ്റുകൾ അല്ലെങ്കിൽ ചില കീടാണുക്കളൊക്കെ വന്നിട്ട് ഈ പറയുന്ന കൃഷി, നമ്മൾ ചെയ്തിരുന്ന കൃഷിയെ മുഴുവൻ തിന്നു നശിപ്പിക്കും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ടീരിയാസോ ഫംഗസോ ഒക്കെ ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ക്രോപ്പിനെ അഫക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ആ കൃഷി നശിച്ചു പോകും. അതും ആര് ഫേസ് ചെയ്യുന്നതാണ്? അഗ്രികൾച്ചറൽ സെക്ടറിൽ നിൽക്കുന്നവര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇനി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവിടെ ക്രോപ്പ് ലോസ് ആയി പോകും, അല്ലെ? എന്താണ്, എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻസ് വരുന്നു, അതുപോലെ ക്ലൈമറ്റിൽ ചേഞ്ച് വരുന്നു, അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് നമ്മൾ വെച്ച് നട്ടുണ്ടാക്കിയ നമ്മളുടെ ചെടിക്ക് എന്ത് സംഭവിച്ചു? ഹെൽത്ത് ഇഷ്യൂസ് വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഈ പറയുന്ന ക്രോപ്പിന് ലോസ് ആവും, അല്ലെ? നമുക്ക് പ്രത്യേകിച്ച് അതെന്താണ്, നമ്മളുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്ത ഒരു കണ്ടീഷനിലേക്കും ഇത് വരും. അപ്പൊ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന കർഷകരായിക്കോട്ടെ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഒരുപാട് നേരിടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം, ഈ പറയുന്ന നമ്മളുടെ കൃഷിക്ക് അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു, മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അത് പിന്നീട് മറ്റുള്ള വലിയ വലിയ മാർക്കറ്റുകളിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഇതിനിടയിൽ നിൽക്കുന്ന ആ വലിയ മാർക്കറ്റുകളിലേക്ക് ഈ പറഞ്ഞ കൃഷി പോകുന്നതിന് മുമ്പ് അതിനിടയിൽ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്, അല്ലെ? അതായത് ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ, അതായത് ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നത് ഏലകൃഷിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മൾ ഏലം കൃഷി ചെയ്തു, ഏലത്തിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടി. ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ കൊണ്ടുപോയി എന്ത് ചെയ്യും? അതിനെ നമ്മൾ സെല്ല് ചെയ്യും, വിൽക്കും. അപ്പൊ അങ്ങനെ വിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള എമൗണ്ട് നിശ്ചയിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രൈസ് പറഞ്ഞിട്ട് നമ്മളോട് പറയും ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ അത് എടുത്തോളാം എന്ന് പറയും. പക്ഷെ നമ്മൾ ആ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കഷ്ടപ്പാടിന്റെ ഒരു പകുതി വില പോലും ചിലപ്പോൾ അതിന് കിട്ടത്തില്ല, അല്ലെ? അതായത് ഇപ്പൊ നമ്മളൊരു ഏലകൃഷി ചെയ്തു, ഏലകൃഷി ഒരു പ്രാവശ്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് 2000-3000 രൂപ, അല്ലെങ്കിൽ ആകെ നമുക്ക് 1 കിലോയ്ക്ക് കിട്ടുന്ന അത്രയും പൈസയായിരിക്കും, 1000-1500 അങ്ങനെ വല്ലതും ആയിരിക്കും. പക്ഷെ നമുക്ക് അതിനുവേണ്ടി ആ 1 കിലോയ്ക്ക് 1000 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയായിരിക്കും. അപ്പൊ എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലും, നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ എന്താണ്, ഒന്നും ഉണ്ടായിരിക്കത്തുമില്ല. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ എന്താണ്, നമ്മളെ എന്ത് ചെയ്യാണ്, ഈ ഇടനിലക്കാർ അല്ലെങ്കിൽ ഇത് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? നമ്മളെ എന്ത് ചെയ്യണം? ചൂഷണം ചെയ്യും. അപ്പൊ ഈ പറയുന്ന സാധാരണക്കാർക്ക് ഈ പറയുന്ന ഒന്നും എന്ത് ചെയ്തില്ല, കൃഷിക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടത്തില്ല. പക്ഷെ അവിടെ
എന്താണ് ഈ പറയുന്ന ആ ഒരു ബിഗ് മാർക്കറ്റിനും ചെറിയൊരു മാർക്കറ്റിനും ഇടയ്ക്ക് നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്യും, കുറച്ച് ബെനിഫിറ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിലയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും നമ്മളത് മേടിക്കാൻ ചെല്ലുമ്പോൾ എന്തായിരിക്കും, നല്ല പൈസയായിരിക്കും. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ്, നമ്മളെ ശരിക്കും അല്ലെങ്കിൽ ആ കൃഷി ചെയ്യുന്ന ആൾക്കാർ ശരിക്കും ചൂഷണം ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വാഴക്കൊല നമ്മൾ കൊടുക്കും, വാഴക്കൊല കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പം 10-50 രൂപയ്ക്കായിരിക്കും, അല്ലെങ്കിൽ 1 കിലോ തൂക്കത്തിന് നമ്മൾ ചിലപ്പോൾ 10 രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ആ 1 കിലോ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 25 രൂപയായിരിക്കും. അപ്പൊ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഓർത്താൻ മനസ്സിലാകും എത്രമാത്രമാണ് പാവപ്പെട്ട ഈ ഒരു കൃഷിക്കാരെ എന്ത് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ പറയുന്ന നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കുറച്ച് എന്താണ് അഗ്രികൾച്ചറൽ സെക്ടർ ഫേസ് ചെയ്ത ചില പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന കൃഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃഷിക്കാരെന്ന് പറയുന്നത് നോർമലി എന്ത് ചെയ്യുന്നത്, അതായത് കൃഷിയിലേക്ക് തിരിയുന്നവര് പ്രത്യേകിച്ച് പണ്ട് കാലത്തൊക്കെ ഉള്ളവരെന്താണ്, വലിയധികം എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തവരാണ്. പണ്ട് കാലത്തൊക്കെ എന്താണ്, എങ്ങനെയും ഒന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച് മുമ്പോട്ടേക്ക് ഈ കൃഷി സെലക്ട് ചെയ്തവരാണ് ഒരുപാട് പേര്. അപ്പൊ ഇവർക്ക് ഈ പറയുന്ന ഇന്നത്തെ കാലത്തുണ്ടായ കുറെ മാറ്റങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ചേഞ്ചസിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല. അപ്പൊ ഇവരന്ന് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്തു പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോ ഒരുപാട് ക്രോപ്പ് വെറൈറ്റീസ്, അതായത് നമ്മൾ നെൽകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നെൽകൃഷിയിൽ തന്നെ പല പല വെറൈറ്റീസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും ഹൈ ഈൽഡ് ഉള്ളതും ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ളതും അതുപോലെ ഒരുപാട് പ്രൊഡക്ഷൻ തരുന്നതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ പറയുന്ന ക്വാളിറ്റിയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള നോളജ് ഇല്ലാത്ത ഒരു കാര്യം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു എന്താണ് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷനിലേക്ക് ഈ പറയുന്ന കൃഷിക്കാരന് എത്താതെ വരും. അത് എന്തിന്റെ കാരണം, ഒരു അഗ്രികൾച്ചറൽ സെക്ടർ ഫേസ് ചെയ്യുന്ന ഒരു എന്താണ് പ്രശ്നമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് മുമ്പേ പറഞ്ഞത് തന്നെ, നമുക്ക് ഹയർ ഈൽഡ് ഉള്ള അല്ലെങ്കിൽ നല്ല പ്രൊഡക്ഷൻ തരുന്ന ഒരുപാട് വെറൈറ്റീസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സാധാരണ കൃഷിക്കാരിലേക്ക് എത്താതെ വരുന്നതും ഈ പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അവർക്ക് കിട്ടാതെ വരുന്നതിനും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിലയൊന്നും കിട്ടാതെ വരുന്നതിനും എന്ത് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. ഇനി നമുക്കറിയാം, നമ്മളുടെ കേരളത്തിലെ തന്നെ സ്ഥലങ്ങൾ എടുക്കുവാണെങ്കിൽ എല്ലായിടത്തും വാട്ടറിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കത്തില്ല. നമുക്കറിയാം, വേനൽക്കാലം ഒക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇറിഗേഷൻ എന്തിനു കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് നമ്മുടെ കൃഷിയിലേക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരുപാട് സിസ്റ്റംസ്, അതായത് ഇറിഗേഷൻ സിസ്റ്റംസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്പ്രിംഗ്ലർ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. സ്പ്രിംഗ്ലർ, ഡ്രോപ്പർ, അങ്ങനെ കുറെ ഫെസിലിറ്റീസ് നമ്മൾ ഇറിഗേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ പറയുന്ന ഇറിഗേഷൻ ഫെസിലിറ്റീസ് നമുക്ക് എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന ഇറിഗേഷൻ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ അവർക്ക് അവൈലബിൾ ആക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പറയുന്ന ഇറിഗേഷൻ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി അതുപോലെ തന്നെ എന്താണ്, നമുക്കറിയാം, നമ്മളുടെ ഒരു കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് പെസ്റ്റും അല്ലെങ്കിൽ ഒരുപാട് കീടാണുക്കളൊക്കെ ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലാന്റിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, ചിലപ്പം ചില ബാക്ടീരിയാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചില ഫംഗസുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈറസുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ പ്ലാന്റിനെ എന്ത് ചെയ്യാൻ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറെയൊക്കെ അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രിവെന്റീവ് മെത്തേഡ്സ് നമ്മൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ ഈ പറയുന്ന ഓർഗാനിസത്തിന്റെ ഒക്കെ അറ്റാക്കിനെ നമുക്ക് പ്രിവെന്റ് ചെയ്ത് നല്ലൊരു പ്രൊഡക്ഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോ പണ്ട് കാലത്തെ ആൾക്കാർക്ക് ഈ പറയുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും അവയർനെസ് ഇല്ലായിരുന്നു. ഓക്കെ, അതായത് ഈ പറയുന്ന പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള മെത്തേഡ്സുകളൊന്നും ഇവർ യൂസ് ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഈ പറയുന്ന എന്തിനു കാരണമായി, ഒരുപാട് ക്രോപ്പ് ലോസിനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കുറയുന്നതിനും ഒക്കെ കാരണമായി. അപ്പൊ എന്ത് ചെയ്യണം, ഇവർക്ക് ഇതിനുള്ള അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മൾ
പുതിയ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതായത് പണ്ട് കാലത്ത് നമ്മൾ ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോയിലിനെ ഒന്ന് ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്തിരുന്നത് നമ്മൾ കാളകളെയൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ അതേ സമയത്ത് ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ കാളകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പകരം എന്താണ്, നമ്മൾ ചില വണ്ടികൾ അല്ലെങ്കിൽ ചില ട്രാക്ടറിലൊക്കെ തന്നെ എന്ത് ചെയ്ത് അതിനോട് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പല പുതിയ പുതിയ എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടനാടൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ്, നെല്ല് വിതച്ചു കഴിഞ്ഞിട്ട് ആ ഓരോ നെൽക്കതിരുകള് പറിച്ചു നടണം. അപ്പൊ ഈ നെൽക്കതിരിന്റെ ഒരു സെറ്റ് പറിച്ചു വെച്ചിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നത്, അതിനെ കറക്റ്റ് ആയിട്ട് നട്ടു വെക്കുന്നത് മിഷൻസ് ആണ്. അതിനുശേഷം ഇത് പ്രോപ്പർ ആയിട്ട് വളർന്നു വലുതായി നമുക്ക് ഏകദേശം ഇത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായി കഴിഞ്ഞു കഴിയുമ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മെഷീൻസ് ഉള്ള എന്ത് ചെയ്യും, വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കട്ട് ചെയ്യും. ഇനി അതിൽ നിന്ന് നമുക്ക് അരി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അതിനെ മെതിച്ചെടുക്കുക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മെതിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ട്, മെഷീൻസ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും എന്തുണ്ട്, പണ്ട് കാലത്ത് ഇതൊക്കെ എന്താണ് ഇപ്പം ആൾക്കാരായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം ചെയ്യുന്നത് എന്താണ്, മെഷീൻസ് ആണ്. അപ്പൊ ഈ പറയുന്ന പുതിയ, അതായത് സയൻസ് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഈ പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ഒക്കെ ആ പറയുന്ന സാധാരണ ആൾക്കാർക്ക് ഇല്ലാത്തതും എന്തിന്റെ ഒരു ക്രൈസിസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള ആൾക്കാർ ഫേസ് ചെയ്തൊരു ക്രൈസിസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ പറയുന്ന നമ്മളുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഫേസ് ചെയ്ത പ്രോബ്ലംസ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ മെഷീൻസ് ചെയ്യും എന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്കറിയാം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളുടെ ആൾക്കാർ തന്നെ വേണം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേബേഴ്സ് നമുക്ക് ആവശ്യമാണ്, നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബേഴ്സ് ആവശ്യമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെയുള്ള ജോലികളൊന്നും ചെയ്യാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലേബേഴ്സ് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആര് ഫേസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ വർക്ക് ചെയ്തവര് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് എങ്ങനെയാണ് സയൻസിലൂടെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നത്? ഓക്കെ, എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾക്കും സയൻസിൽ ഓരോരോ എന്തുണ്ട്, ഒരു സൊല്യൂഷനും നമുക്കുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ടെക്നോളജി അല്ലെങ്കിൽ സയൻസിൽ വന്ന ചേഞ്ചസിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ ചേഞ്ചസിൽ നിന്നും നമുക്ക് ഈ പറയുന്ന പ്രോബ്ലത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മള് ഇനി നോക്കാൻ പോകുന്നത് അതാണ്. അതായത് നമ്മളിപ്പോ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യുക, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സയൻസ് നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് മാത്രമല്ല, ഈ പറഞ്ഞ ഓരോ കാര്യത്തിലെയും ഈ പറഞ്ഞ രണ്ടാമത്തെ സ്ലൈഡിൽ കാണിച്ചതെല്ലാം തന്നെ ആൾക്കാർക്ക് ഇതിനോടുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് മെയിൻലി ഉള്ള ഒരു പ്രശ്നം, അല്ലെ? അതായത് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ പലതിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പല പല പ്രോബ്ലംസിലേക്കും അല്ലെങ്കിൽ ഇപ്പം ഒരു അഗ്രികൾച്ചറൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടം വരാനായിട്ടുള്ള കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ അവെയർ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അതായത് ഏതാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏത് വെറൈറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് പറയുക, നമ്മളിപ്പോ ഈ ഒരു വെറൈറ്റി നമുക്ക് ഇപ്പൊ നമ്മൾ നെൽകൃഷി ചെയ്യുവാണെങ്കിൽ IR8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. ആ വെറൈറ്റി നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ട് നല്ല ഈൽഡ് ഉള്ള ഒരു നെല്ല് കൃഷി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, നല്ല പ്രൊഡക്ഷൻ കിട്ടും എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം എന്ത് ചെയ്യുക, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള റൂമിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന സയൻസ് നമുക്ക് ഈ പറയുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, മണ്ണിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കൃഷി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ബേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മണ്ണാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം മണ്ണില്ലാതെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ കാലത്ത് മണ്ണില്ലെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡ്സുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ നോർമൽ ഒരു പ്രോസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം മണ്ണെന്ന് പറയുന്നത് കൃഷിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? നമ്മൾ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു സോയില് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളുടെ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മിനറൽസ്
അല്ലെങ്കിൽ അതിന്റെ pH, മിനറൽസ്, വാട്ടർ, ടെമ്പറേച്ചർ ഇതൊക്കെ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഒരു പ്ലാന്റിന്റെ ഗ്രോത്ത് പ്രോപ്പർ ആകത്തുള്ളൂ. അപ്പോ നമുക്ക് മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങാം. മാറ്റം മണ്ണിൽ നിന്നാവട്ടെ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് മണ്ണിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് കുറെ ഒക്കെ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കൃഷിയിലേക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമുക്കറിയാം, നമുക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ വേണം, അല്ലെ? അതായത് ഫെർട്ടൈൽ സോയിൽ എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ, അതായത് ഈ പ്ലാന്റിന് ഗ്രോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ മിനറൽസും അതുപോലെ വാട്ടർ, കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, pH ഇങ്ങനെയുള്ള ഒരു സോയിലിനെയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉള്ള സോയിലിനെയാണ് ഫെർട്ടൈൽ സോയിൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫെർട്ടൈൽ സോയിലിലായിരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു നമുക്ക് കുറച്ച് എലമെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോ മെയിൻലി നമ്മുടെ പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള 20 എലമെന്റുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഈ 20 എലമെന്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 20 എലമെന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രോപ്പർ ആയിട്ട് പ്ലാന്റ് ഗ്രോത്ത് നടന്ന് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എസെൻഷ്യൽ എലമെന്റ്സ് എന്താണ്? പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള 20 എലമെന്റുകളെയാണ് നമ്മൾ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മാത്രം ഓർത്താൽ മതി. എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഡിഫറെന്റ് എലമെന്റ്സ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളത്? പ്ലാന്റിന്റെ പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള 20 ഡിഫറെന്റ് എലമെന്റ്സിനെയാണ് എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇത് സോയിലിൽ പ്രസന്റ് ആയിട്ടുള്ള 20 എലമെന്റുകളാണ്. അതിൽ കുറച്ചെണ്ണമാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, സൾഫർ തുടങ്ങിയവ. ഇത് കൂടുതലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? സോയിലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എലമെന്റ്സ് ആണ്. ഈ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, പ്ലാന്റ്സ് പ്രോപ്പർ ആയിട്ട് വളരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ എങ്ങനെയാണ് സോയിലിൽ എത്തുന്നത്, അല്ലെ? എങ്ങനെയാണ് ഇത് സോയിലിൽ എത്തുന്നത് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പൊ അറിയാം, നമ്മുടെ സോയിലില് ഒരുപാട് തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോയിലിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും, അതുപോലെ ഫംഗസുകൾ ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ നമുക്കറിയാവുന്ന പോലെ നമ്മളുടെ കർഷകരുടെ സ്വന്തം കൂട്ടുകാരനായിട്ടുള്ള എർത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം ഇവർക്കൊക്കെ എന്ത് എബിലിറ്റി ഉണ്ട്? നമ്മൾ കൊണ്ടിടുന്ന വേസ്റ്റ് അല്ലെങ്കിൽ എന്താണ് വേസ്റ്റിൽ നിന്നും ഒക്കെ അതിനെയൊക്കെ ഡീകമ്പോസ് ചെയ്ത് മിനറൽസിന്, ഈ പറയുന്ന എലമെന്റ്സിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്? നമ്മുടെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഡീകമ്പോസേഴ്സിനുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നാച്ചുറലി എന്ത് കിട്ടുന്നത്? ഇത്തരത്തിലുള്ള എലമെന്റ്സുകളെ നമ്മുടെ സോയിലിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ എല്ലാ സമയത്തും ഈ പറയുന്ന എലമെന്റ്സുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സോയിലിന് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എലമെന്റ്സുകൾ എല്ലാ സോയിലിലും ഉണ്ടായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എല്ലാ സോയിലിലും നമുക്ക് കൃഷി ചെയ്യത്തില്ലായിരുന്നു? ഇല്ലല്ലേ? അത് ഓരോരോ സ്ഥലത്തിനെയും അല്ലെങ്കിൽ ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയയിലും പലതരത്തിലുള്ള സോയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടെ കാണപ്പെടുന്ന ഈ പറയുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എലമെന്റ്സിന്റെ എമൗണ്ടിൽ എന്തുണ്ടായിരിക്കും? ഡിഫറൻസും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന സോയിലില് എലമെന്റ്സുകൾ വേണം എന്ന് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല, ഈ പറയുന്ന പ്ലാന്റിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എലമെന്റ്സ് മാത്രം പോരാ. പ്രോപ്പർ ആയിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു, അതിന് പ്രോപ്പർ ആയിട്ട് വാട്ടർ ഉണ്ടോ, അത് വെള്ളം നമുക്ക് ആ പ്രോപ്പർ ആയിട്ടുള്ള എമൗണ്ടിൽ ആ സോയിലിൽ ഉണ്ടോ, അതുപോലെ തന്നെ ഈ പറയുന്ന എസെൻഷ്യൽ എലമെന്റ്സ് പ്രസന്റ് ആണോ, അതുപോലെ ആ സോയിലിന്റെ ടെമ്പറേച്ചർ എത്രമാത്രം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അവിടെയാണ് നമ്മളുടെ സോയിൽ ടെസ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നിങ്ങളെല്ലാം ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കൃഷിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്നൊക്കെ സാറുമാര് വന്നിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന സോയിൽ ടെസ്റ്റ് ചെയ്യും. തോന്നിയിട്ടുണ്ടായിരിക്കും എന്തിനാണ് ഈ സോയിൽ ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതെന്ന്. നമുക്കറിയാം നമ്മൾ ഓരോരോ വളങ്ങളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ പ്രോസസ്സുകളും കറക്റ്റ് ആയിട്ട് എപ്പോഴും ഒന്നും നടക്കണമെന്നില്ല. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ചില സമയത്ത് ചില എലമെന്റുകളുടെ എമൗണ്ട് ചിലപ്പോൾ നമ്മുടെ സോയിലിൽ കുറവായിരിക്കും, ചില എലമെന്റ്സുകളുടെ എമൗണ്ട് നമ്മുടെ സോയിലിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറയുന്ന എത്രമാത്രം എമൗണ്ട് ഓഫ് എലമെന്റ് നമ്മളുടെ സോയിലിലുണ്ട്, അത് നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാന്റിന്റെ ഗ്രോത്തിന് ആവശ്യമുള്ളതാണ്. ഇനി അല്ല എങ്കിൽ
എന്താണ് ഇതിപ്പം സപ്പോസ് ഇനി അങ്ങനെയല്ല, ഇപ്പം നമുക്ക് വേണ്ടതിൽ കൂടുതൽ എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ആ ഒരു പ്രൊഡക്ഷൻ, നമ്മൾ ആ ഒരു ക്രോപ്പ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന സോയില് കറക്റ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം കൃഷിഭവനിൽ നിന്ന് ആൾക്കാർ വരണമെന്നൊന്നുമില്ല, നമുക്ക് തന്നെ നമ്മുടെ മാർക്കറ്റിലെ pH മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യണം, യൂസ് ചെയ്തിട്ട് സോയിലിന്റെ pH കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ എലമെന്റ്സിലോ അങ്ങനെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ കൂടുതലായിട്ട് വളങ്ങളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് ആ ഒരു എലമെന്റിന്റെ അവൈലബിലിറ്റി എന്താക്കുക, സോയിലിന് പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്ത് ആർക്ക് നടക്കത്തുള്ളൂ, നമ്മളുടെ പ്ലാന്റിന് അവിടെ നടക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് എന്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മളൊരു സോയിൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സോയിലില് നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്തു, ഓക്കെ, നമ്മളിപ്പോ കൃഷി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു, നമുക്ക് ലാൻഡ് ഒക്കെ അവൈലബിൾ ആയിട്ട് നമ്മൾ സോയിലിലേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയപ്പോൾ നമ്മൾക്ക് തീരുമാനിച്ചു, ഓക്കെ, നമുക്ക് അറിയണം, നമ്മളിപ്പോ ഒരു കൃഷി ചെയ്യാൻ പോകുന്നു, അപ്പൊ ആ കൃഷി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അറിയണം നമ്മുടെ ഫെർട്ടൈൽ സോയിൽ ആണോ അല്ലയോ. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമ്മുടെ കൃഷി ഓഫീസറെ വിളിച്ചു. അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്തു, നമ്മളുടെ സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയപ്പോൾ ചില എലമെന്റ്സുകളുടെ എമൗണ്ട് നമ്മളുടെ സോയിലിൽ വളരെ കുറവാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ ഒരു അവസരത്തില് അദ്ദേഹം പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആഡ് ചെയ്യാം, ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്താണ് ഈ ഫെർട്ടിലൈസേഴ്സ് എന്ന്? ശരിക്കും ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ കെമിക്കൽ കോമ്പൗണ്ടുകളാണ്. അപ്പൊ അതായത് അത് ചിലപ്പോൾ നമ്മൾ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ കെമിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഫെർട്ടിലൈസേഴ്സും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോർമലി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി ടീച്ചർ പറഞ്ഞ പോലെ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് കെമിക്കൽ ആയിട്ട് കിട്ടുന്ന ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് കെമിക്കൽ സബ്സ്റ്റൻസുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ടുള്ളത്. ഫാക്ടറീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം നൈട്രജന്റെ എമൗണ്ട് ആണ് കൂടുതൽ കുറവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യും. അതേ സമയത്ത് വേറെ കാർബണിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊട്ടാഷ്യത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലും ആണ് കുറവെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതേ സമയത്ത് നമുക്കറിയാം, ഇങ്ങനെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്തു, അത് പെട്ടെന്ന് ഒരു റിസൾട്ട് നമുക്ക് തരും. പക്ഷെ അതേ സമയത്ത് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കറിയാം സോയിലിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡീകമ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉള്ളത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ ഒക്കെ നമുക്ക് ഈ പറയുന്ന പ്ലാന്റേഷൻ അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡീകമ്പോസിഷൻ ഒക്കെ നടന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, അതൊരു വളമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളുടെ സോയിലിന് ഫെർട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വളമായിട്ട് ആര് മാറും, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അത് നമ്മൾ കഴിക്കുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ വേസ്റ്റ് എന്താക്കി നമുക്ക് യൂസ് ചെയ്യാം, ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ സോയിലിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസത്തിന് തന്നെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത് വഴി പ്രത്യേകിച്ച് എന്ത് സംഭവിക്കുന്നില്ല, പ്രത്യേകിച്ച് സോയിലിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യാനും പറ്റുന്നുണ്ട്, നിലനിർത്താനും പറ്റുന്നുണ്ട്. അത് അങ്ങനെ പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നത് മാത്രമാണ് നമ്മളിപ്പോ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇത്രയാണ് നമ്മളുടെ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അപ്പൊ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, കെമിക്കൽ സബ്സ്റ്റൻസുകളായിരിക്കും ഇതിനകത്ത് കൂടുതൽ കാണപ്പെടുന്നത്. സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ലക്ഷ്യം. പക്ഷേ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ, കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ നമ്മൾ ഈ പറഞ്ഞ സോയിൽ ചെക്കിങ് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഉണ്ടല്ലേ? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കംപ്ലീറ്റ്ലി ആഡ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരുപാട് പ്രോബ്ലംസിലേക്ക് പിന്നീട് അത് ലീഡ് ചെയ്യാറുണ്ട്. അപ്പൊ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്? കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒന്നെങ്കിൽ സോയിലിലേക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സിലേക്ക് ആയിരിക്കും ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്ത് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ഓർക്കുക, ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ യൂസ് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ആണോ? നല്ലതാണോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കണ്ടിന്യൂസ്ലി നമ്മൾ നമ്മുടെ സോയിലിൽ യൂസ് ചെയ്യുന്നത്? ആണോ? അല്ല. ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ അങ്ങനെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മുടെ സോയിലിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ആക്കുന്നത്. അപ്പൊ കണ്ടിന്യൂസ്ലി നമ്മളിപ്പോ ഒരു സോയിലിന്റെ ഒരു ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുകയാണ് നൈട്രജന്റെ എമൗണ്ട് കുറഞ്ഞു പോയി. അപ്പൊ നിങ്ങൾ നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണമെന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മളത് യൂസ് ചെയ്തു. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഈ പറയുന്ന നമ്മൾ നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ട് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നീട് നമ്മൾ കുറെ നാളത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കെമിക്കൽസ് തന്നെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? നൈട്രജന്റെ എമൗണ്ട് കൂടും. അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ അതിനകത്ത് അഡീഷണലി ഒരുപാട് കെമിക്കൽസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും യൂറിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പൊ ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ യൂറിയക്കകത്ത് അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, നൈട്രജൻ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ യൂറിയ ആഡ് ചെയ്യുന്ന വഴി നൈട്രജൻ മാത്രമാണോ കിട്ടുന്നത്? അതിലൊക്കെ ഒരുപാട് സബ്സ്റ്റൻസുകൾ അഡീഷണലി നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ സോയിലിന് കിട്ടുന്നുണ്ട്. അപ്പൊ കുറെ നാളിങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മളുടെ ഈ പറയുന്ന സോയിലിന്റെ കെമിക്കൽ കോമ്പോസിഷനിൽ ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവും. അതുപോലെ നമുക്കറിയാം, നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ കുറെ എന്ത് ആഡ് ചെയ്യാണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് സോയിലിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇങ്ങനെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ സോയിലിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഈ സോയിലിനകത്ത് നമ്മുടെ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കൂട്ടുകാരെ ഉണ്ട് അവിടെ. ആരാണ്? നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ? നമ്മുടെ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് നമ്മുടെ സോയിലിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ മൈക്രോബ്സ് നമ്മുടെ സോയിലുണ്ട്. നമ്മൾ ഈ കണ്ടിന്യൂസ്ലി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എന്ത് സംഭവിക്കും? അത് കണ്ടിന്യൂസ്ലി എന്ത് പോകും? അത് നശിച്ചു പോകും. അപ്പൊ ഈ പറയുന്ന ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സും കാര്യങ്ങളും ഒന്നും ആ സോയിലില് നടക്കാതെ വരും. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത് വഴി നമ്മുടെ സോയിലിൽ ഓൾറെഡി കാർബൺ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്ന കണ്ടിന്യൂസ്ലി നമ്മൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സോയിലിലെ കാർബൺ കണ്ടന്റും എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സോയിലിൽ ഒരു കോമ്പോസിഷൻ ഉണ്ട്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ഉണ്ട്. നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് വഴി ഈ പറയുന്ന കെമിക്കൽ കോമ്പോസിഷൻസ് മൊത്തത്തിൽ എന്താവും? ചേഞ്ച് വരുന്നതിന് കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് യൂസ് ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോഴത്തെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പല രീതിയിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളത് സ്പ്രേ ഫോമിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്, ചിലപ്പോൾ അത് നമ്മളിപ്പം മുമ്പേ ആ ഒരു ഇമേജിൽ കണ്ട പോലെ ചെറിയ ചെറിയ സോൾഡ് ഫോമിലായിരിക്കും ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഈ ഒരു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറെ നാള് സോയിലിൽ കടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് മണ്ണിലോട്ട് ലയിച്ചു ചേരും. പിന്നീട് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ പതിയെ ഒഴുകി നമ്മളുടെ നമുക്ക് തൊട്ടടുത്ത് വല്ലോ കുളമോ അല്ലെങ്കിൽ വല്ല പുഴയോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് പയ്യെ ഒഴുകി നമ്മളുടെ ഈ പറയുന്ന പുഴയിലോട്ടും കുളത്തിലോട്ടൊക്കെ ചെയ്യും. ഫൈനലി ആ വെള്ളം കൺസ്യൂം ചെയ്യുന്ന ആരാ? അത് യൂസ് ചെയ്യുന്ന ആരാ? പുഴയിലൊക്കെ ആണെങ്കിൽ കുറെ മീനുകളൊക്കെ ഉണ്ടായിരിക്കും. അതേസമയത്ത് കുളത്തിലോ കിണറ്റിലോ ഒക്കെയാ പോകുന്നെങ്കിലോ അത് കൺസ്യൂം ചെയ്യുന്ന ആരാ? നമ്മളായിരിക്കും അല്ലെ? കണ്ടിന്യൂസ്ലി ഈ പറയുന്ന സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് നമ്മളത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേസമയത്ത് പുഴയുടെ കേസ് നോക്കുവാണെങ്കിൽ കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ ഫെർട്ടിലൈസേഴ്സിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒഴുകി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ
വാട്ടറിന്റെ ഒരു കോമ്പോസിഷൻ ചേഞ്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മീനൊക്കെ എന്ത് ചെയ്യും, ചത്തു പോകാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ പറയുന്നത് നമ്മൾക്ക് മാത്രമല്ല, നമ്മൾ കാരണം അതിൽ ഒരു 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 പെർസെന്റേജ് പോലും ഇൻവോൾവ് ആവാത്ത മറ്റുള്ള ഓർഗാനിസത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അത് ബാധിക്കുന്നുണ്ട്. ഫൈനലി എന്തായിരിക്കും, കുറെ നാൾ നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു, നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ കുറെ നാൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താൽ ഫൈനലി അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രം. പക്ഷെ എന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോലെ, മുമ്പേ പറഞ്ഞ പോലെ, സോയിലിന്റെ ഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തും കാര്യങ്ങളും നടന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഇഷ്യൂവിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? അതിനുള്ള ഒരു ഉത്തരം എന്ന് വേണമെങ്കിൽ പറയാം, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതും മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും അതിനകത്ത് മൈക്രോബ്സ് ആണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ പോലും, അതും ഒരു കണക്കിന് പറയുവാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്താണ്, അത് കെമിക്കൽ ഫോമിലാണ് വരുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. അതേസമയത്ത് നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മെറ്റീരിയൽസും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചാണകം അല്ലെ, നമുക്കറിയാം നമ്മുടെ കൗഡങ് അല്ലെ, കൗഡങ്, നമ്മുടെ വീട്ടിൽ ചാണകം ഉണ്ടെങ്കിൽ ചാണകം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ കമ്പോസ്റ്റ് ആക്കി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോയിലിൽ ആഡ് ചെയ്യാം. അതും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സോയിലിലേക്ക് ന്യൂട്രിയൻസിനെ ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ഒരെണ്ണമാണ് നമ്മുടെ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ മനസ്സിലാവും ഈ കാണിക്കുന്ന എന്താണ്. എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും അസോള എന്ന് പറയുന്നത്. അസോള എല്ലാരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും ഈ പറയുന്ന അസോള. അസോള സാധാരണ നമുക്കറിയാം, നമ്മൾ മീനിനെ ഒക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ പോണ്ടിലൊക്കെ ഇടുന്ന ഒരു ചെറിയ ചെടിയാണ് ഈ പറയുന്ന അസോള എന്ന് പറയുന്നത്. ഈ അസോളയ്ക്ക് ഒരു ഗുണമുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന അസോള നമ്മുടെ സോയിലിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് നൈട്രജനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അസോളനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോയിലിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭവിക്കും, നൈട്രജനെ എന്ത് ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്ത് സോയിലിന് നൈട്രജൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, നമ്മുടെ അസോളയ്ക്ക് പറ്റും. അത് മാത്രമല്ല, ചില സബ്സ്റ്റൻസുകൾക്കകത്ത് ചില സബ്സ്റ്റൻസുകളിന്റെ അകത്ത് എന്താണ്, ചില മൈക്രോ ഓർഗാനിസംസ് അഡീഷണലി ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്നതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ അസോള പോലെയുള്ള പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നൈട്രജനെ സോയിലിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ചില സബ്സ്റ്റൻസുകളിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ആ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഡീകമ്പോസിഷനിലൂടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസ് ആണ് റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറിലം തുടങ്ങിയവ. ഇതൊക്കെ എന്താണ്, നമ്മുടെ ബാക്ടീരിയാസ് ആണ്. റൈസോബിയം, അതുപോലെ അസറ്റോബാക്ടർ, അസോസ്പൈറിലം, ഇതൊക്കെ ചില ബാക്ടീരിയാസ് ആണ്. ഈ ബാക്ടീരിയാസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സോയിലിലെ നൈട്രജന്റെ കണ്ടന്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും ഒരു രീതിയിൽ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം ഈ പറയുന്ന മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പതിയെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഈ പറഞ്ഞ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ അത്രയും എന്താണ്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സോയിലിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിനായിക്കോട്ടെ മറ്റുള്ള ഓർഗാനിസത്തിനായിക്കോട്ടെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഓക്കെ, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നുമുള്ള ഫെർട്ടിലൈസേഴ്സ് ആക്കി മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോയിലിന്റെ ഫെർട്ടിലിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സ്, ഇപ്പൊ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഏത് ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മളിപ്പം ഒരു ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ സോയിലിന് ആവശ്യമുള്ള എസെൻഷ്യൽ എലമെന്റ്സിൽ എന്തിനെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് സോയിലിന് ആവശ്യമുള്ള എലമെന്റ് അത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ.
അപ്പൊ എന്ത് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നമ്മൾ സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ നടത്തി അത് ഇന്ന എലമെന്റ് ആണ് ഇതിന് വേണ്ടത് എന്ന് മനസ്സിലാക്കി അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ സോയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. അതുപോലെ മാക്സിമം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാതിരിക്കുക. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പകരം നമുക്ക് നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, ബയോ ഫെർട്ടിലൈസേഴ്സ്. ആ ബയോ ഫെർട്ടിലൈസേഴ്സിനെ എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ സോയിലിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ എന്താണ്, നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി എന്താണെന്ന് പറഞ്ഞു. ഫുഡ് സ്കേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമുക്ക് ഫുഡ് അവൈലബിൾ ആവാത്ത ഒരു കണ്ടീഷനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷണൽ നീഡ്സിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നമുക്ക് ഫുഡ് കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ഫുഡ് സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി സൊസൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പോവേർട്ടിയും അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരു ഹെൽത്തി സൊസൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് മാത്രമല്ല അടുത്തൊരു ജനറേഷന് കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉള്ളത്. ഇനിയും സോയിൽ ഫെർട്ടിലിറ്റി, ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃഷിയിലേക്ക് മാറണം. അപ്പൊ കൃഷിക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടാകുന്ന ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചും അതെങ്ങനെയാണ് എന്താണ് അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ സയന്റിഫിക് ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാം എന്നൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലൊന്നായിരുന്നു സോയിൽ ഫെർട്ടിലിറ്റി, എങ്ങനെ നമുക്ക് സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാം. അതിൽ നമുക്ക് പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ, സോയിലിന്റെ ഫെർട്ടിലിറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മൈക്രോബിയ ഫെർട്ടിലൈസേഴ്സ്, നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ യൂസേജ് നമ്മൾ കുറയ്ക്കുക. കാരണം അത് അഡ്വാൻറ്റേജിനെക്കാട്ടിലും കൂടുതൽ എന്തായിരിക്കും, ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ യൂസ് കാരണം നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ കൃഷി സ്ഥലത്തൊക്കെ നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ കൃഷി സ്ഥലത്ത് മറ്റേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ പറയുക, അതിന്റെ എമൗണ്ട് എന്ത് ചെയ്യുക, കുറച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താമെന്ന് നിങ്ങൾ തന്നെ പറയുക. കാരണം ചെറിയ രീതിയിൽ നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നേച്ചറിനെയും അല്ലെങ്കിൽ അപ്കമിങ് ജനറേഷനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് വഴിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. Manorama Horizon, learning made simple.